വേനൽ കടുത്തതോടുകൂടി തോട്ടിലെയും പുഴയിലെയും എല്ലാം വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് മീൻ പിടിക്കുന്നതിന് ഉത്തമമായ സമയമെന്നാണ് പലരും പറയാറുള്ളത്. ചൂണ്ടയിട്ടോ മറ്റുപകരണങ്ങൾ കൊണ്ടോ മീൻ പിടിക്കുന്ന രീതിയല്ല വേനൽക്കാലത്ത്. പലപ്പോഴും തോടുകളും കുളങ്ങളുമെല്ലാം വറ്റിച്ചാണ് അവർ മീൻ പിടിക്കുന്നതിന് തയ്യാറാവുന്നത്. ഒരു യാത്രക്കിടയിലാണ് 3 യുവാക്കൾ ചേർന്ന് മീൻ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ അവിടെ ഇറങ്ങി അത് കാണാമെന്ന് തീരുമാനിച്ചു. ഒരു കാലത്ത് മീൻ പിടിക്കുന്നത് വശമില്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കൊറോണ കാലത്താണ് മീൻ പിടിക്കുന്നത് പഠിക്കുന്നത്. നാട്ടിലെ കൂട്ടുകാരുമായി ചേർന്ന് പറമ്പിലും പാടത്തും തോട്ടിലുമെല്ലാം മീൻ പിടിക്കാൻ പോയ അനുഭവം അതിഗംഭീരമായ ഒരു അനുഭൂതിയാണ് സൃഷ്ടിച്ചത്. ആദ്യമായി മീൻ പിടിച്ചത് ചൂണ്ടയിലാണ്. അതിപ്പോഴും മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന ഒരോർമ്മയാണ്. ഇവർ പിടിക്കുന്നത് ഒരു ചെറിയ തോടു വറ്റിച്ചാണ്. വളരെ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഈ ഉദ്യമത്തിന് മുതിർന്നത്. പക്ഷേ ചതുപ്പ് നിറഞ്ഞ ഈ സ്ഥലത്ത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി ഇരട്ടിയാണ്. ആ വെള്ളം വറ്റിക്കണം. അതിന് അവരുടെ കയ്യിൽ മറ്റു ഉപകരണങ്ങളൊന്നുമില്ല. അവർ മുങ്ങി തപ്പി പിടിക്കുകയാണ്. കരിമീനെയും കൊഞ്ചിനെയുമെല്ലാം ഇതുപോലെ പിടിക്കുന്നത് പലതവണ പല ആളുകൾ ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ളത് വരാലും അതുപോലെ അനാബസുമാണ്. വരാലിന് പല നാട്ടിലും ഒരേ പേര് തന്നെയാണെങ്കിലും അനാബസിന് അങ്ങനെയല്ല. പല നാടുകളിൽ പല പേരുകളിലാണ് ഇവൻ അറിയപ്പെടുന്നത്. നിങ്ങൾ ആ തോട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പലതരത്തിലുള്ള വേസ്റ്റുകൾ ആ തോട്ടിലുണ്ട്. അവ വൃത്തിയാക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല. അവർ കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവുമെല്ലാം ഇവിടെ നിന്ന് മീൻ പിടിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്ക് അത്യാവശ്യത്തിന് മീൻ കിട്ടുന്നുമുണ്ട്. വരാലിന് 1 വർഷത്തിലധികം പഴക്കമുള്ള വരാൽ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള വരാലുകളെ അവർ പിടിക്കുന്നുമുള്ളൂ. ആദ്യകാലത്തൊക്കെ കുളങ്ങൾ വറ്റിച്ച് ഇതുപോലുള്ള മീൻപിടുത്തം സജീവമായിരുന്നു നാട്ടിൻപുറത്തൊക്കെ. ഇന്ന് അതിന് ആളെ കിട്ടാതായി എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ബിസിയായിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ആദ്യകാലത്തുണ്ടായിരുന്ന ചില മീനുകളൊക്കെ ഇപ്പോൾ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല. പല മീനുകളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുപോലും അറിയില്ല. ഒരു സമയത്ത് പാടത്ത് നിറഞ്ഞു നിന്നിരുന്ന നാടൻ മുഷി ഇന്ന് കാണാനേയില്ല. വളർത്തുമീനുകൾ തോട്ടിലേക്കും പുഴകളിലേക്കുമെല്ലാം കടന്നു വരുന്നത് നാടൻ മത്സ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. അവരെ പ്രെഡേറ്ററായിട്ടുള്ള അവരുടെ ആക്രമണത്തിൽ നിന്നും കരകയറാൻ ചെറിയ മീനുകൾക്ക് കഴിയുകയില്ല. വാളകൾ പുഴകളിലും മറ്റും നിറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെയൊരു തിയറി പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ നാടൻ മുഷിയൊക്കെ എവിടേക്കാണ് പോയത് എന്ന് ഒരു പിടുത്തവുമില്ല. ഇനി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിനത്തിൽ അത് പെട്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവർ അവിടുത്തെ വെള്ളം വറ്റിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവിടെ ഉയരം കുറഞ്ഞതുകൊണ്ട് അവിടേക്ക് വെള്ളം വീണ്ടും കടന്നു വരുന്നൊരു സ്ഥിതിയുണ്ടായി. അവരെ തപ്പിയിട്ട് അവർക്ക് മീനുകൾ കിട്ടുന്നുമില്ല. ഒരു പക്ഷേ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നതായിരിക്കാം. അങ്ങനെയാണ് അവർ ഇതുവരെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരുപാട് ഉപകരണങ്ങളൊന്നുമില്ല. ആകെ 2 ബക്കറ്റും പിന്നെ അവരുടെ കൈ തന്നെയാണ് അവരുടെ ആയുധം. ചില മീനുകളൊക്കെ മുകളിലേക്ക് കയറിപ്പോയത് ആളുകൾ കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മുകളിലും അവർക്കൊരു മീൻ പിടിക്കാൻ ബണ്ടുകളാക്കി അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ തോടിന് ഇരുവശത്തും ചെറിയ കല്ലുകൾ മാളങ്ങളായും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില മീനുകളൊക്കെ അതുപോലുള്ള പൊത്തുകളിൽ പോയി ഒളിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ മീനുകൾക്കും ചെറിയ മീനുകൾക്കും കടന്നു പോകാനുള്ള പൊത്തുകൾ അവിടെയുണ്ട്. മീൻ പിടിക്കുന്നവരെക്കാൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിലാണ് കൂടുതൽ. ആളുകളൊക്കെ
തൻ്റെ ഓർമ്മകളിലേക്ക് ഒന്ന് തികഞ്ഞു പോവുകയാണോ എന്ന് തോന്നാം. ചില ആളുകളെല്ലാം അവിടെ നിന്ന് പറയുന്നതായി കേട്ടു, എനിക്ക് ജോലിയില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഇറങ്ങിയേനെ എന്ന്. അത് ഇവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. നമ്മൾ ആദ്യകാലത്ത് ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് ചെയ്യുന്നേയില്ലല്ലോ. നമ്മുടെ ബിസിയായ ലോകത്ത് നമ്മൾ മറ്റെന്തിനോ വേണ്ടി ഓടിപ്പായുകയാണ്. ഇവർ ഇതുപോലുള്ള ജോലികളിൽ മുഴുകി സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. നമുക്കൊട്ട് സന്തോഷവുമില്ല, നമ്മുടെ ബിസിയിട്ട് തീരുന്നുമില്ല. ചൈനക്കാരുടെ മീൻ വീഡിയോ കണ്ട് പരിശീലിച്ച ഒരു രീതിയാണ് നിങ്ങളീ കണ്ടത്. മീൻ പിടിച്ച മീൻ ഒന്നുകൂടി വെള്ളത്തിൽ മുക്കിയെടുത്തു. ചൈനക്കാരുടെ ആദ്യകാലത്തെ വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ട്രിക്കുകൾ മറ്റു ചാനലുകൾ പുറത്തുവിട്ടപ്പോഴാണ് ഇവന്മാർ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. അവർ വെള്ളം വറ്റിച്ചിട്ട് അവർ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. പ്രതീക്ഷത്തിലും കൂടുതൽ വെള്ളമുണ്ടായാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? താഴോട്ടാണ് ഒഴുക്ക്. ആ ഒഴുക്കിന് അനുയോജ്യമായി അവർ വെള്ളം തെളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ക്ഷീണിച്ചപ്പോൾ അവർ കുറച്ച് തപ്പിയെടുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് 1, 2, 3 മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. അവരുടെ ബണ്ടുകൾ ചെറുതായി ചോർന്നൊലിക്കുന്നതായി തോന്നാം. അവർ തെളിച്ചിരുന്ന വെള്ളം വീണ്ടും അവരുടെ ആ കുളത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ അവർ ബണ്ട് കെട്ടിയിരിക്കുന്നത് പൊട്ടിച്ചു വിടാമെന്ന ഒരു തീരുമാനം അവർക്കിടയിലുണ്ടായി. കാണികളായി നിൽക്കുന്ന ഞങ്ങളുടെ അഭിപ്രായം അവർ എടുക്കുന്നുണ്ട്. അവർ അവസാനവട്ട തിരച്ചിലാണ്. കിട്ടുന്ന മീനുകളൊക്കെ അവർക്ക് ശാപ്പാടടിക്കാം. അതിനായി ഒരുപാട് പേര് അവർക്ക് ചുറ്റുമായിട്ട് അവരുടെ സപ്പോർട്ടിനായിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണവും എല്ലാം അവർ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. അവർ മുകളിലെ ബണ്ട് പൊട്ടിച്ചു. അതിൽ കുറച്ചെങ്കിലും മീനുണ്ടാവുമെന്നാണ് അവരുടെ പ്രതീക്ഷ. നേരത്തെ കയറി പോകുന്നത് കണ്ടത് കുറേ ആളുകൾ കണ്ടതാണ് എന്നാണ് കിട്ടിയ മറുപടി. അതിൽ നിന്നും 1-2 അനാബസിനെ അവർ പിടിച്ചെടുത്തു. വരാൽ കുറവാണ്. വരാലൊക്കെ മാളത്തിൽ മറ്റും കയറി ഒളിച്ചിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അവർക്ക് മുകളിലുണ്ടായിരുന്ന ഓരോ ബണ്ടുകളും അവർ ഓരോന്നായി പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ക്ഷമ നശിച്ചു എന്ന് മനസ്സിലായി. കാരണം അവർ അത്രമേൽ ക്ഷീണിതരാണ്. മീൻപിടുത്തം ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. പലപ്പോഴും നമുക്ക് ക്ഷമയില്ലാതായി തീരുന്ന ആളുകളാണ്. നമുക്കെല്ലാവർക്കും പറ്റിയ പണിയല്ല മീൻപിടുത്തം. ചില സമയത്ത് മീൻ കിട്ടും, ചില സമയത്ത് ഒട്ടും കിട്ടില്ല. ഈ 2 സാഹചര്യങ്ങളും മീൻ പിടിക്കുന്ന ആളുകൾ ഒരുപാട് തരണം ചെയ്തിട്ടുണ്ടാവും. അവർ ബണ്ടുകൾ പൊഴിച്ചിട്ടും അവർക്ക് മീനുകൾ കിട്ടുന്നില്ല. മീനുകളെല്ലാം പൊത്തുകളിലും മറ്റും അഭയം പ്രാപിച്ചിട്ടുണ്ടാവും. അവസാനം അവർ പോവാൻ തീരുമാനിച്ചു. അവർക്ക് ആകെ കിട്ടിയ മീനുകളുടെ എണ്ണമാണ്. അവരുടെ അധ്വാനത്തിന് ഫലമുണ്ടായി എന്ന് മാത്രമല്ല, അവർക്ക് 1-2 നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വകയും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അവർക്ക് ആകെ കിട്ടിയ മീനുകളെല്ലാം അവർക്കൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. അവൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന ചെളികളെല്ലാം പോക്കുകയാണ് ലക്ഷ്യം. ഏതാണ്ട് 10-15 കിലോയെങ്കിലും മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. 3 മണിക്കൂർ നേരത്തെ അധ്വാനത്തിൻ്റെ ഫലം.